അന്ന് സെന്റ് തോമസ് എന്ന് പറയുന്നത് അത്രമേലൊരു എന്താ പറയേണ്ട ഒരു സ്ട്രോങ് ബിലീഫാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. 6 സെന്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. TK ജോസഫ് എന്നാണ് അത് എഴുതിയ ആളുടെ പേര്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ വളരെ ആവേശമായിട്ട് നിൽക്കുന്ന ആളായിരുന്നു. കേരള സൊസൈറ്റി പേപ്പേഴ്സ് എഴുതിയ ആളാണ്. പക്ഷേ ആ 6 സെന്റ് തോമസസ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം മുഴുവൻ കിട്ടാവുന്ന മുഴുവൻ വാങ്ങിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ പുസ്തകത്തിനകത്ത് സെന്റ് തോമസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ തെറ്റ്. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും ക്രിസ്ത്യാനിറ്റിയുടെ ചാമ്പ്യനാണ്. പക്ഷെ അത്രമേൽ ഇത് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. സെന്റ് തോമസ് വന്നു എന്ന് പറയുന്നത് ഒരു ബിലീഫിനപ്പുറത്ത് ഇതിലൊരു സോഷ്യൽ റീസൺ കൂടെയുണ്ട്. കാരണം ഇതൊരു മറ്റേ ബ്രാഹ്മണ കുടുംബമാണ്, നമ്പൂതിരി കുടുംബമാണ് കൺവെർട്ട് ചെയ്തതെന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന ഒരു അപ്പർ സോഷ്യൽ അത് ആ സോഫിസ്റ്റിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്ന് കേരളത്തിലെ ഈ പറയുന്ന 1-ാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണരില്ല. ബ്രാഹ്മണരെ ഇല്ല എന്ന് പറയാനൊക്കെയില്ല, ഒരു ഫോഴ്സ് ആയിരുന്നില്ല. നമുക്കറിയാം 8th സെഞ്ചുറിയോട് കൂടിയാണ് ബ്രാഹ്മണര് കേരളത്തിലൊരു ഫോഴ്സ് ആവുന്നത്.